അപ്പോൾ ഇന്നലത്തെ ബിഗ് ബോസിലെ വൻ അടികൾക്ക് ശേഷം അതാ ഇപ്പോൾ വലിയ സമാധാന ചർച്ചകളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇവനെ നമുക്ക് പറഞ്ഞു വിടാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഷാനവാസ്, നൂറ, ആദില ഇതൊരു ടീമായിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കുന്നു. മറ്റൊരു സൈഡിൽ ഷാരിക, ആര്യൻ, ജിസേല്, രേണു സുധി, അതുപോലെ തന്നെ റെന ഫാത്തിമ ഇവരെല്ലാവരും കുറച്ച് വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും മിഡിലായിട്ട് സോഫയിൽ ഒരാൾ ഒറ്റയ്ക്കിരിക്കുകയാണ് ഈ പറയുന്ന കാര്യങ്ങൾ പലതും കേട്ടുകൊണ്ട്. കൂടുതലും ആര്യന്റെ ടീം സംസാരിക്കുന്നതാണ് കേൾക്കുന്നത്, വേറെ ആരുമല്ല അനീഷ്. അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറയാം. അതിൻ്റെ ഇടയിൽ എനിക്ക് വലിയൊരു ഡൗട്ട് തോന്നിയ ഒരു കാര്യം, ഷാനവാസ് ഇന്നലെ രാത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ബിഗ് ബോസിൽ നിന്ന് ഔട്ടായ ബിൻസിയും അപ്പാനി ശരത്തും തമ്മിലുള്ള ആ ഒരു കാര്യം, അത് അവർ തമ്മിൽ ഒന്നുമില്ല എന്ന് ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. പക്ഷെ പുറത്ത് ബിൻസി ഔട്ടാവാൻ കാരണമായത് അത് അപ്പാനിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻ അല്ലെങ്കിൽ അവർ കാണിച്ച പ്രകടനങ്ങളാണ് എന്നത് ഒരു തുറുപ്പ് ചീട്ട് പോലെ നമ്മുടെ ഷാനവാസ് കൊണ്ട് നടക്കുന്നുണ്ട്. ഇന്നലെ അതും ചുമ്മാ ഒന്ന് പുറത്ത് കാട്ടി അപ്പാനിയെ പേടിപ്പിക്കുകയും ചെയ്തു. അപ്പാനി അത് കണ്ട് പേടിച്ചു. അപ്പാനി കണ്ട് പേടിച്ചതിന്റെ പേരിലാണ് ഇവിടെ ബിഗ് ബോസുമായിട്ട് വലിയൊരു കൺഫെഷനൊക്കെ നടത്തുന്നുമുണ്ട്. അപ്പോൾ ഈ കാര്യം ഇത് ഷാനവാസിനെതിരെ അവിടെ ഉള്ള മറ്റാൾക്കാർ, അതായത് അക്ബറും അപ്പാനിയും ഇത് ഷാനവാസിനെതിരെ അവിടെ ഒരു കാർഡാക്കി എടുത്തിട്ടുണ്ട്. അതായത് ഷാനവാസ് അനാവശ്യം പറയുന്നുണ്ട്, ഷാനവാസ് ഇപ്പൊ അത് വെച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അബദ്ധം പറ്റിയോ, തനിക്ക് അങ്ങനെ പറ്റിയോ എന്നൊക്കെ അപ്പാനി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അക്ബറും ഇതിനെ അപ്പാനിക്കൊപ്പം നിന്നുകൊണ്ട് ആദില, നൂറ ഇവരോടും ഒക്കെ പറയുന്നുണ്ട്. പല കാര്യങ്ങളും ഇത്തരത്തിൽ അവിടെ ഇവിടെയും സംസാരങ്ങളുണ്ട്. ഈ പറയുന്ന ഗ്രൂപ്പിസമാണ് ഷാനവാസിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പം അതിന് ഷാനവാസിന്റെ കയ്യിൽ കുറേ ന്യായമുണ്ട്. ഷാനവാസ് ആദിലയെടുത്തും നൂറയെടുത്തും തുടക്കം മുതലുള്ള ഗ്രൂപ്പിസത്തിന്റെ കാര്യം പറയുകയാണ്. വേറൊന്നുമല്ല, അപ്പാനി ശരത്തിനും ഷാനവാസിനും മുൻപ് പരിചയമുണ്ട്. അപ്പാനി ശരത്ത് തന്നോട് കടപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെന്നും തനിക്ക് ആ കടപ്പാട്, അങ്ങനെ ഒരു കടപ്പാട് തനിക്ക് ജീവിതത്തിൽ വന്നിട്ടില്ല എന്നും ഷാനവാസ് പറയുന്നുണ്ട്. അത് ബിഗ് ബോസ് ഹൗസിന് പുറത്തുള്ള കഥയാണ്, എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ വീണ്ടും ഈ നൂറ എടുത്തെടുത്ത് പറയുന്നുണ്ട്, നമുക്ക് ഇവിടെ എന്ത് സ്ട്രാറ്റജിയും കളിക്കാം, എന്ത് ഗെയിമും കളിക്കാം, പക്ഷേ ഫാമിലിയെ ഉൾപ്പെടുത്തണോ ചേട്ടാ? പുറത്ത് അങ്ങനെ അല്ലല്ലോ, പുറത്ത് അങ്ങനെ നമ്മുടെ ഫാമിലിയെ അത് ബാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ ഷാനവാസ് ന്യായീകരിക്കുന്ന കുറേ വാക്കുകളുണ്ട്. അതായത് ഞാൻ അങ്ങനെ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടില്ല, പക്ഷെ എൻ്റെ കയ്യിൽ ഒരു സംഭവമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പേടിപ്പിച്ച് നിർത്താൻ എനിക്ക് കഴിയും. കാരണം എന്തെന്ന് വെച്ചാൽ എനിക്കെതിരെ അവർ കളിക്കുന്നു, അപ്പോൾ അവർക്കെതിരെ ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? അവർ എനിക്കെതിരെ കളിക്കുമ്പോൾ ഞാൻ എന്ത് പൊട്ടനാണോ മാറി നിൽക്കാൻ എന്നാണ് ഷാനവാസ് എഗെയിൻ പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇത് ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് ചോദിക്കുകയാണ്, ശരിക്കും പറഞ്ഞാൽ ബിൻസി ഔട്ടായത് എന്തുകൊണ്ടാണ്? ബിൻസി വോട്ട് കുറഞ്ഞത് കൊണ്ട് ഔട്ടായി. എന്തുകൊണ്ടാണ് പ്രേക്ഷകർ ബിൻസിക്ക് വോട്ട് കൊടുക്കാഞ്ഞത്? നമുക്കതിനെക്കുറിച്ചൊരു ക്ലിയർ ആയിട്ട് ഇതാണ് കാരണം എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ ഷാനവാസ് ബിഗ് ബോസ് ഹൗസിനകത്തിരുന്ന് ഇതാണ് കാരണം എന്ന് പ്രസ്താവിക്കാൻ അനുമോൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ ഇതൊരു തുറുപ്പുചീട്ടാക്കി എടുത്തു. അങ്ങനെ എടുത്ത് അത് പേടിപ്പിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു എന്നും കൂടി ഷാനവാസ് പറയുന്നുണ്ട്. അത് ശരിയോ തെറ്റോ എന്നറിയില്ല. പിന്നെ അക്ബറിന്റെയും അതുപോലെ അപ്പാനിയുടെയും തുടക്കം തൊട്ട് ഷാനവാസിനെ ടാർഗറ്റ് ചെയ്ത് കളിച്ചതിനെ ഷാനവാസ് അവിടെ എടുത്തു പറയുന്നുണ്ട്. ഉറപ്പായിട്ടും ടാർഗറ്റ് ചെയ്ത് കളിച്ചിട്ടുണ്ട്, അതിനകത്ത് സംശയമൊന്നുമില്ല. കാരണം ഷാനവാസ് അനുമോൾക്കെതിരെ അന്നൊരു തമാശ പറഞ്ഞ് അനുമോളെ കരയിപ്പിച്ച ആ ഒരു ഇൻസിഡന്റിൽ അപ്പാനിയും അക്ബറും ഒന്നിച്ചു നിന്ന് കൂട്ടുകൂടി അവസാനം ഷാനവാസിനെതിരെ തിരിഞ്ഞു. അവിടെ തൊട്ടുള്ള ഓരോ കാര്യങ്ങളും ഈ പറയുന്ന ഷാനവാസ് നൂറയെടുത്തും ആദിലയെടുത്തും ഒക്കെ എണ്ണി പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആദിലയും നൂറയും പറയുന്നൊരു കാര്യം, നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം ഒന്ന് കോംപ്രമൈസ് ചെയ്തൂടെ, ഈ പറയുന്ന ഗ്രൂപ്പിസവും അത് ഒന്ന് കോംപ്രമൈസ് ചെയ്തൂടെ എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഷാനവാസിനും അത് കോംപ്രമൈസ് ചെയ്താൽ കൊള്ളാം എന്നൊന്നും ഇല്ല, അങ്ങനെ ഒരു കാര്യമില്ല. പകരം എന്തായാലും ഇനി അങ്ങോട്ട് ഇവർ തമ്മിൽ ഒന്നിച്ച് പോകത്തില്ല എന്നാണ് തോന്നുന്നത് ഇപ്പം വരെ ഉള്ളൊരു കാര്യം വെച്ചിട്ട്. പിന്നെ അപ്പാനിയും അക്ബറും തമ്മിൽ ഈ ഷാനവാസിന്റെ ഗ്രൂപ്പിസം അല്ലെങ്കിൽ ഈ പറയുന്ന വാദത്തോട് അവർ പ്രിറ്റൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അത് അപ്പാനിയാണ് പറയുന്നത്. അപ്പാനി പറയുന്നൊരു കാര്യമാണ്, ഷാനവാസ് നോക്കുമ്പോൾ അക്ബറും അപ്പാനിയും ഇങ്ങനെ ഓരോന്നിരുന്ന് പുറപുറത്ത് ഓരോന്ന് പറയും. ഇങ്ങനെ പുറപുറുക്കുമ്പോഴത്തേക്കും ഷാനവാസ് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും ഷാനവാസിനെ നോക്കിയിട്ട് അവർ രണ്ടുപേരും നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയും. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഷാനവാസിനെ കുറിച്ച് അക്ബറും അപ്പാനിയും കൂടെ എന്തോ പ്ലാൻ ചെയ്യുന്നു എന്ന് ഷാനവാസ് തെറ്റിദ്ധരിക്കുന്നതാണ് എന്ന് അപ്പാനി അവിടെ പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഒനീലിന്റെ അടുത്തും അഭിയെടുത്തും ഒക്കെയാണ് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ കാര്യം നമുക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ശരിക്കും അങ്ങനെയല്ല.
അപ്പാനിയും അക്ബറും ഷാനവാസിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു കറക്റ്റ് കാര്യമാണ്. കാരണം അതാ എന്താണ് പുകഞ്ഞ കൊള്ളിപ്പുറത്ത് എന്ന് പറയുന്ന ഒരു ടാസ്കിലൊക്കെ നമ്മളത് കണ്ടതാണ്. അതിപ്പം ഷാനവാസ് ആയതുകൊണ്ടാണോ അത് ഏതൊരു വ്യക്തിയോടും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് വലിയ ക്ലാരിറ്റി പറയാൻ കഴിയില്ല. ഇനി ആ ഒരു സംസാരം അവിടെ പുരോഗമിക്കുമ്പോൾ തന്നെ മറ്റൊരു സംസാരം ഇവിടെ ഷാരികയെ റിലേറ്റ് ചെയ്ത് സംഭവിക്കുന്നുണ്ട്. അതായത് ഷാരികയും ജിസയിലും ആര്യനും റെന ഫാത്തിമയും ഇടയ്ക്ക് രേണു സുധിയും കടന്നു വരുന്നുണ്ട്. അപ്പം ഷാരിക സരികയെടുത്ത് സോറി പറഞ്ഞ കേസ് ഉണ്ടല്ലോ, ഹോട്ട് സീറ്റിൽ ഇരുത്തി സരികയെടുത്ത് മോശമായുള്ള രീതിയിൽ സംസാരിച്ചത്. ഈ ഷാരികയും ആര്യനും ഓൾറെഡി ഹോട്ട് സീറ്റിൽ യഥാർത്ഥത്തിൽ റിയലി ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് ആര്യൻ ആ ഒരു ഷോയെ കുറിച്ച് അറിയാം. അപ്പോൾ ആര്യൻ ശരിക്കും ഷാരികയെ ന്യായീകരിക്കുകയാണ്. അതായത് ഹോട്ട് സീറ്റിൽ ഇരുന്ന് ഇതൊരു തമാശ രൂപേണ കണ്ട് സരിക ഷാരികയുമായിട്ട് വളരെ നല്ല രീതിയിലാണ് സംസാരിച്ചത്. അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞു പോയതിനു ശേഷം പിന്നെ എവിടുന്നാണ് സരിക ഇതൊരു വലിയ പ്രശ്നമാക്കി കുത്തിപ്പൊക്കിക്കൊണ്ട് തന്റെ മുന്നിൽ വന്നത് എന്നാണ് ഷാരിക ചോദിക്കുന്നത്. അപ്പോൾ ഈ സംഭവം ജിസേലിന് ഇതുപോലെ പറഞ്ഞു കൊടുക്കുമ്പോൾ ജിസേലും പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ആരോ പിരികേറ്റി കൊടുത്തിട്ടുണ്ട്, സരികയ്ക്ക് ആരോ ബുദ്ധി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എക്സാജറേറ്റ് ചെയ്തത് എന്ന് ജിസേൽ സമ്മതിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രേണു സുധിയും ആ ഒരു പോയിന്റിനെ കൺഫേം ചെയ്യുന്നുണ്ട്. അതായത് പറയുന്നുണ്ട്, ഇപ്പൊ നമുക്കൊരു വിഷയമുണ്ടായി, ഒരു വിഷമം ഉണ്ടാകണമെങ്കിൽ ആ വിഷമം ഉണ്ടായ ആ ഒരു സ്പോട്ടിൽ തന്നെ നമ്മൾ പ്രതികരിക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് എൻ്റെ ഒരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു വ്യൂ പോയിന്റ് പറയുകയാണെങ്കിൽ സരിക അതൊരു തമാശയായിട്ട് എല്ലാവരും എടുത്തപ്പോൾ കൂടെ നിന്ന് എടുത്തു കാണും. പക്ഷേ സരികയെടുത്ത് ഷാരിക ചോദിച്ച വാക്കുകൾ ഇത്തിരി അധപതിച്ചു പോയി. മോശം എന്ന് വെച്ചാൽ വൃത്തികെട്ട കാര്യമാണ് പറഞ്ഞത്. അവിടെയുള്ള ആണുങ്ങളുടെ കൂടെ കിടക്കുകയല്ലേ എന്നാണ് ആദ്യത്തെ തന്നെ ഷാരികയുടെ ചോദ്യം. അത് ഹോട്ട് സീറ്റിലെ ഷാരികയുടെ ചോദ്യമായിരിക്കാം. ബിഗ് ബോസിൽ വന്ന് അങ്ങനെ ഒരു സംസാരം, അതിപ്പോ ഷാരികയുടെ മനസ്സിലുള്ള ചോദ്യമായിരിക്കുമല്ലോ ഷാരിക സരികയുടെ മുഖത്ത് നോക്കി ചോദിച്ചത്. അപ്പൊ അല്ലാതെ ആ നിമിഷം പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തതൊന്നും ആയിരിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഷാരികയുടെ ഭാഗത്ത് എനിക്കൊരു ഒരു തെറ്റ് ഫീല് വരുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് അത് വേണ്ട. കാരണം വെച്ചാൽ ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്. ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ചെറിയ വാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഷാരിക ചിന്തിക്കണമായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം മറ്റേ ഷാരികയും രേണുസുധിയും ജിസേലും റെനയും എല്ലാം സംസാരിക്കുമ്പോൾ, ആര്യനും എല്ലാം സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയിലേക്ക് വിഷയങ്ങൾ മാറി മാറി വന്ന് നമ്മുടെ രാവിലത്തെ മോർണിംഗ് ടാസ്കിനകത്ത് കപ്പൽ മുങ്ങിയതും കപ്പൽ രക്ഷിച്ചതുമായിട്ടുള്ള ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, അതില് ഒനീല് നോമിനേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഒനീല് പറഞ്ഞ നമ്മുടെ ആദില നൂറ അവരിവിടെ എന്ത് ചെയ്യുവാണ്, ഒരു എന്റർടൈൻമെന്റ് പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞ ആ കാര്യത്തെ നമ്മുടെ ഷാരിക സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ രേണുസുധി പോലും പറയുന്നുണ്ട്, അതെ അതെ അവരെന്തുവാ, അവരൊരു പാട്ടും കളിയും ഒന്നുമില്ല, ഞാനാണെങ്കിൽ ഇവിടെ പാട്ട് പാടി നടക്കുകയെങ്കിലും ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും എന്റർടൈൻമെന്റ് ഉണ്ട് എന്നെ കൊണ്ട് എന്നിങ്ങനെ രേണുസുധി പറയുന്നുണ്ട്. അപ്പോൾ അവര് ടോപ്പിക്കുകൾ മാറ്റി മാറ്റി കൊണ്ടുപോവാണ്. അപ്പൊ ആര്യൻ പറയുന്നുണ്ട് അബിയെ കുറിച്ച്, അബി ഇവിടെ എല്ലാവരിടത്തും ഒരു നല്ല പിള്ള ചമയാണ്, അതുപോലെ തന്നെ ആദ്യത്തെ ആഴ്ച നമ്മൾ അബിയിൽ കണ്ട ആ ഒരു ദേഷ്യം അതൊക്കെ അഭിനയമാണ്, അപ്പോൾ ഇവിടെ കളിച്ച് നിൽക്കുകയല്ലേ, അഭിനയിച്ച് നിൽക്കുകയല്ലേ. അതുപോലെ തന്നെ കുറച്ചു നേരം അബി ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഇന്ന് എന്തെങ്കിലും ഒന്ന് പൊട്ടിക്കണം, ആ പറഞ്ഞതൊക്കെ ആര്യന് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ട്. അതായത് അതെന്തോ ഇന്ന് എന്തെങ്കിലും പൊട്ടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ആര്യന്റെ ഭാഗത്താണ് ന്യായം. അങ്ങനെ ഇന്ന് എന്തെങ്കിലും പൊട്ടിക്കണം എന്നും പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നത് തെറ്റാണ്. അതൊരു നല്ല സ്ട്രാറ്റജി അല്ല. മൈൻഡിൽ അങ്ങനെയൊക്കെ വെച്ചാലും അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടൊരു സ്ട്രാറ്റജി കളിക്കുന്നത് അത്ര നല്ലതല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ ഇവർ സംസാരിക്കുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ, അതായത് ഒരു ബിഗ് ബോസ് ഹൗസിൽ വന്നിരുന്ന് ബിഗ് ബോസിനെ കുറിച്ചുള്ള സ്ട്രാറ്റജീസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ അനീഷ് അവിടെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അനീഷ് ആദ്യം ഇവരുടെ അടുത്ത് വന്നിരുന്നെങ്കിലും അവിടുന്ന് പിന്നെ അങ്ങോട്ട് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് അനീഷ് മാറിയിരുന്ന് അങ്ങനെ ഇരുന്ന് കേൾക്കുന്നു, ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്നു, പിന്നെ ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്നു, അങ്ങനെ കുറെ അങ്ങോട്ട് ഇരുന്ന് കേൾക്കുകയാണ് അനീഷ്. അപ്പൊ ഏതായാലും ശരി, അനീഷ് സൈലന്റ് ആയതാണോ അതോ പേടിച്ചതാണോ? ബിഗ് ബോസിൽ ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞുവല്ലോ, അനീഷിനെ ഇങ്ങനെ പിടിച്ചു നിർത്തി സംസാരിച്ചല്ലോ. പിന്നെ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള എല്ലാവരും അനീഷിനെ ടാർഗറ്റ് ചെയ്തു. അപ്പൊ ആ ടാർഗറ്റ് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണോ? കാരണം ഇത്തവണത്തെ നോമിനേഷനിൽ അനീഷിനെ ആരും നോമിനേറ്റ് ചെയ്ത് വന്നില്ല. അനീഷിന് ഒരൊറ്റ വോട്ടേ കിട്ടിയിട്ടുള്ളൂ. സോ സ്റ്റിൽ അനീഷ് തന്നെ എക്സൈറ്റ് ചെയ്തു, എനിക്കെന്ത് വോട്ടൊന്നും ഇല്ലേ, ഞാൻ നോമിനേഷനിലില്ലേ. അപ്പൊ അനീഷ് ഇതുവരെ നോമിനേഷനിൽ, പ്രേക്ഷകരുടെ നോമിനേഷനിൽ വന്നിട്ടില്ല. അതുകൂടി നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ അടുത്ത ഡീറ്റെയിൽസുമായിട്ട് ഉടനെ വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അതുപോലെ തന്നെ സീരിയൽ ഗ്രാൻഡ്മ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പോയി വരാം. ബൈ.